അതെല്ലാം ഓർക്കുന്ന എത്ര ആൾക്കാർ നമ്മുടെ കൂട്ടത്തിലുള്ളത്? കേവലം തുച്ഛമായിട്ടുള്ള ആൾക്കാർ മാത്രമാണ്. ഇന്ന് അല്ലാഹുവിന്റെ വിശുദ്ധമായിരിക്കുന്ന വഖഫിന്റെ അകത്തളങ്ങളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുമ്പോൾ യുവാക്കളായിരിക്കുന്ന ഒരു കൂട്ടം കിഴക്കോട്ട് പോവുകയാണ്. കാരണമെന്തേ? അല്ലാഹുവിന്റെ വിശുദ്ധമായിരിക്കുന്ന വഖഫിന്റെ അകത്തളങ്ങളിൽ നിന്ന് ബാങ്കുലി മുഴങ്ങുമ്പോൾ യുവാക്കൾ അല്ലാഹുവിന്റെ പള്ളികളുമായിട്ട് അടുക്കുന്നില്ല. തലനരച്ചവർ അല്ലാഹുവിന്റെ പള്ളിയുമായിട്ട് അടുക്കുന്നില്ല. എന്റെ പൊന്നുമോനെ, നീ എന്നും ആഗ്രഹിച്ചു പോകരുത്, നീ എന്നും കൊതിച്ചു പോകരുത്. എന്നും ഇതുപോലെ അല്ലാഹുവിന്റെ വിശുദ്ധമായിരിക്കുന്ന വഖഫിന്റെ അകത്തളങ്ങളിൽ ദിവസം 5 നേരം ഹയ്യ അലൽ സ്വലാത്ത് ഹയ്യ അലൽ ഫലാഹ് എന്ന് വിളിക്കാൻ മുഅദ്ദിൻ നിന്നെ വിളിക്കുമെന്നുള്ള പ്രതീക്ഷ നിനക്ക് വേണ്ട. വിളിക്കാതെ നീ അല്ലാഹുവിന്റെ വിശുദ്ധമായിരിക്കുന്ന വഖഫിന്റെ അകത്തളങ്ങളിലേക്ക് നീ വരേണ്ടവരാണ് എന്നുള്ള ബോധം നമുക്കുണ്ടാകണം. ആ ഒരു ചിന്ത നമ്മുടെ കൽബിലേക്കുണ്ടാകണം. അല്ലാഹുവിന്റെ പള്ളിയിലേക്ക് വിളിക്കാതെ തന്നെ പോകേണ്ടി വരുന്ന ഒരു രംഗം നമുക്കുണ്ട്. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത് വളരെ വ്യക്തമായി നമുക്ക് വരച്ച് കാണിക്കുന്നുമുണ്ട്. പക്ഷേ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ വാക്കുകളെ, അല്ലാഹുവിന്റെ പ്രിയപ്പെട്ട പ്രവാചകന്റെ സംശുദ്ധമായിരിക്കുന്ന ആ പ്രവാചകന്റെ പൊൻചെമ്പകപ്പൂ ചുണ്ടിൽ നിന്നും മലർന്നു വീഴുന്ന മണിമുത്തുകൾ കാലത്തിന്റെ പടിമുകളിലേക്ക് വലിച്ചെറിയപ്പെട്ടുകൊണ്ട് യുവാക്കൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. പൊന്നുമോനെ, രക്ഷയില്ല, രക്ഷയില്ല പൊന്നുമോനെ, നീ പോകേണ്ടി വരും. എവിടെ? 6 കാലുള്ള മയ്യത്ത് നിന്റെ വീട്ടിന്റെ മുന്നിലേക്ക് വരും, എന്റെ വീട്ടിന്റെ മുന്നിലേക്ക് വരും. എന്റെ മുമ്പിലേക്ക് ഇരിക്കുന്ന എന്റെ ശബ്ദം ശ്രദ്ധിക്കുന്ന ആയിരക്കണക്കിന് എന്റെ പ്രിയപ്പെട്ട മുസ്ലിം സഹോദരങ്ങളെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും. എന്റെ പ്രിയപ്പെട്ട സഹോദരിമാരെ നിങ്ങളുടെ മുമ്പിലേക്ക് വരും എന്നുള്ള ബോധം നമ്മുടെ നൽകിലുണ്ടാകണം. ഞാനും നിങ്ങളും പോകേണ്ടവരാണ്. ഇവിടെ ഖബർ എന്ന ലോകത്തിലേക്ക് പോകേണ്ടി വരാണ്. ഇപ്പോൾ ബഹുമാനപ്പെട്ട മലക്കുൽ മൗത്ത് ഇസ്രായീൽ അലൈഹിസ്സലാത്തു വസ്സലാം വന്നിട്ട് എന്റെയും ആത്മാവിനെ പിടിക്കുന്ന ഘട്ടത്തിൽ ചിന്തിക്കാറുണ്ടോ? നമ്മൾ ചിന്തിക്കാറില്ല. നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കാറില്ല. കാരണം ഞാനും നിങ്ങളും ഭൗതികമായ ദുനിയാവിന്റെ കെട്ടുറപ്പിൽ മുഴുവനും ആണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ദുനിയാവിന്റെ കണ്ണഞ്ചിപ്പിക്കുന്ന മുഴുവൻ വസ്തുക്കളിലും ഞാനും നിങ്ങളും ആകൃഷ്ടരായി പോയി. നമുക്ക് മരണത്തെക്കുറിച്ചൊരു ബോധമില്ല. എന്നാൽ ആ മരണത്തെക്കുറിച്ച് ഓർക്കുന്നതിന് വേണ്ടിയാണ് മഹാനായ അമ്പിളത്തിങ്കൽ കരവുളികളുടെ ബിംബം നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ പഠിപ്പിച്ചത്. വമുയത്തിറുൽ ബലീന വൽ ബലാ വമുഫജ്ജിറുൽ ജമാഅ വഹാദിമുൽ ലസ്സാത്ത് وهل تفكرت يا ابن آدم في يوم وحضرك له والصديق وحالك والصاحب والرفيق يا جامع المال والمجتهد في البنيان ليس لك من مال إلا الأكفان بل هي والله للخراب والديدان وجسمك للتراب والمآب.